പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും രോഗം ബാധിച്ച് കുട്ടികൾ മരിക്കുന്നത് സംസ്ഥാനത്ത് ആശങ്കയാവുകയാണ്. ഈ വർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ പേവിഷബാധയേറ്റ് മരിച്ചത് 13 പേരാണ് എന്നത് ഞെട്ടിക്കുന്നതാണ്. മാർച്ച് 29-നാണ് മലപ്പുറം പെരുവള്ളൂരിലെ 5.5 വയസ്സുകാരി സിയയ്ക്ക് നായയുടെ കടിയേറ്റത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തെങ്കിലും ഏപ്രിൽ 29-ന് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. സിയയുടെ കുടുംബം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ രംഗത്തെത്തി. തലയിൽ ഗുരുതരമായ പരിക്കുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒബ്സർവേഷനിൽ പ്രവേശിപ്പിച്ചില്ല എന്നാണ് പിതാവ് സൽമാൻ ഫാരിസിന്റെ ചോദ്യം. തെരുവ് നായയുടെ കടിയേറ്റാൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സിയാമോളുടെ കുടുംബം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. നായ കടിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രതിരോധ വാക്സിൻ നൽകിയിട്ടില്ല. ഈ നാടൊട്ടുക്ക് തെരുവ് നായകൾ വിലസുന്നുണ്ട് താനും. മാർച്ച് 29-നാണ് പെരുവള്ളൂർ കാക്കത്തടത്തിൽ വെച്ച് സിയയെ തെരുവുനായ ആക്രമിക്കുന്നത്. മറ്റ് 7 പേരെ കൂടി നായ ആക്രമിച്ചു. തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തെരുവുനായയിൽ നിന്നും 5.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിച്ചത്. വീടിന് തൊട്ടടുത്ത് മിഠായി വാങ്ങാൻ പോയപ്പോഴായിരുന്നു നായ കടിച്ചത്. ഉടൻ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുത്തു. ശേഷം മുറിവ് കഴുകാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ചെയ്തത്. കുഞ്ഞുമായി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. വേദനയോടെ പിതാവ് സൽമാൻ ഫാരിസ് പറയുന്നത് കേൾക്കുക. കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ ഇത് കടിച്ചുകൊണ്ട് പറഞ്ഞിങ്ങനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ചിടുക ഇതൊക്കെ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആഴത്തിലുള്ള മുറിവാണെന്നും അത് തലച്ചോറിനെ ബാധിച്ചിരിക്കാമെന്നുമെല്ലാം ഡോക്ടർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആദ്യ ദിവസം ഒബ്സർവേഷനിൽ വയ്ക്കാതെ തുറന്ന മുറിവുമായി വീട്ടിലേക്ക് വിട്ടു എന്നതാണ് ചോദ്യം. അതിന് തന്നെയാണ് വീട്ടുകാർക്ക് മറുപടി വേണ്ടതും. 48 മണിക്കൂറിന് ശേഷം വീണ്ടും വരാനാണ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞത്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരുന്നു. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. ആശ്വാസവാക്കുകളുമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റൊരു കുഞ്ഞു മരിച്ചത് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഒരാശ്വാസവാക്കുകളുമായി ഈ കുടുംബത്തെ നമ്മുടെ ഭരണാധികാരികൾ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അതുണ്ടാകേണ്ടതായിരുന്നു. ന്യായീകരണങ്ങൾക്കപ്പുറം ഒരു ജാഗ്രത കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നാടൊട്ടുക്ക് ഈ തെരുവുനായകളുടെ ആക്രമണം ദിനംപ്രതി കൂടി വരികയുമാണ്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കുടുംബത്തിന്റെ വേദന വലുതാണ്. പെരുവള്ളൂരും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ജീവൻ നഷ്ടമായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ജനങ്ങൾ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. നമ്മളെ സ്നേഹിതൻ്റെ മകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് തെരുവുനായകളെ ശല്യം വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ പെരുവള്ളൂർ. ഈ എന്താണ് ഞങ്ങൾ ഇതിന് ചെയ്യുക, ഇതിന് എന്ത് ചെയ്യുമെന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഞങ്ങൾ. ജനങ്ങളെല്ലാവരും ഒരു വളരെ ഭീതിയിലാണ്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇത് ഇവിടുന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഒരിതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ചെറിയ മക്കൾക്ക് വരെ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഭീതികരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പെരുവള്ളൂർ ഈ പഞ്ചായത്ത് തെരുവുനായ്ക്കളെ കൊണ്ടുള്ള ഭയങ്കര രൂക്ഷമായ ശല്യം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം ഹോസ്പിറ്റലുകൾ പിന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള മെഡിസിൻസ്, മരുന്നുകൾ ഇതിന് ഫലപ്രദമാകണില്ല എന്നുള്ള ഒരു വാർത്തയും കൂടി വരുമ്പം വളരെയധികം ഭീതിയായിട്ട് തോന്നുന്നു. നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിനൊരു പ്രഥമ പരിഗണന നൽകിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ, ഇത്തരത്തിലുള്ള ഈ നായയുടെ കടിയേറ്റാലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സമയവും വിലപ്പെട്ടതാണ്. അപ്പോൾ സമയങ്ങൾ വേസ്റ്റാക്കാതെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കേസുകൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളൊന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ തെരുവുനായ ആക്രമണ വാർത്ത വരുമ്പോൾ പ്രേക്ഷകരും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. പല സ്ഥലത്തും തെരുവുനായ ആക്രമണം കൂടിയ സ്ഥിതിക്ക് അടിയന്തര പരിഹാരം വേണമെന്ന്
രഘുനന്ദനൻ തിരുമല്ലവാരം പറയുന്നുണ്ട്. കേരളത്തിൽ മനുഷ്യജീവനേക്കാൾ വില വന്യജീവികൾക്കും തെരുവ് നായ്ക്കൾക്കും മനുഷ്യജീവൻ ഒരു വിലയുമില്ല എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം.